ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്കൂളിൽ നിന്നും നേരെ പോയത് അവന് വേണ്ട സ്കൂൾ ബാഗും കുടയും മറ്റും വാങ്ങാനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഓർക്കാട്ടേരിയിലെ ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ മോന് വല്ലാതെ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ബേക്കറിയിൽ കയറി അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഫ്രൂട്ട് മതി അച്ഛ എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ഫ്രൂട്ടിയും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ നേരെ ഡേമാർട്ടിലോട്ട് തന്നെ കയറി അവിടെ നിന്ന് ബാഗൊക്കെ നോക്കുവാനായി ഞങ്ങൾ മേളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് തന്നെ പലരും നോട്ട്ബുക്സും കുടയും മറ്റും വാങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. പല നിറത്തിലും പേരുകളിലുമൊക്കെയുള്ള ബാഗുകളൊക്കെ ഒരുക്കി വെച്ചത് കണ്ടപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. അന്നൊക്കെ അച്ഛൻ ബാഗ് വാങ്ങി വീട്ടിലെത്തിയാൽ മാത്രം അറിയാം എനിക്കിഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണമുള്ള ബാഗ് കൺമുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ സ്കൂൾ അനുഭവം എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് സ്പൈഡർമാൻ്റെ ബാഗും കുടയും മതിയെന്ന് മോൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനിഷ്ടപ്പെട്ട മോഡൽ ഞങ്ങൾ തിരഞ്ഞെടുത്തു. പിന്നീട് അവന് വേണ്ട ഓരോ സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. എല്ലാം അവന് സ്പൈഡർമാൻ്റെ കളക്ഷൻ തന്നെ വേണമെന്ന് അവൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവന് സ്കൂളിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻസിൽ ബോക്സ്, ഇറേസർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്നും വാങ്ങി. സ്പൈഡർമാൻ്റെ കുടയൊക്കെ നോക്കിയപ്പോൾ അവിടെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട നമുക്ക് മറ്റൊരു ദിവസം വാങ്ങാമെന്ന് പറഞ്ഞ് ബാക്കി അവന് വേണ്ട എല്ലാം അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. പിന്നീട് ലഞ്ച് ബോക്സ് വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ സൈഡിൽ ഒരുക്കി വെച്ച സ്റ്റിക്കർ കളക്ഷനിലേക്ക് പതിഞ്ഞത്. പിന്നെ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഒറ്റ വാശിയായി. നെയിം സ്ലിപ്പിൻ്റെ കളക്ഷൻ മുമ്പേ എടുത്തത് കൊണ്ട് തന്നെ അത് വാങ്ങേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന് വാങ്ങണമെന്ന ഒറ്റ വാശിയായിരുന്നു. ഒടുവിൽ അതും ഞങ്ങൾ മേടിച്ച് ലഞ്ച് ബോക്സും നോക്കി, വാട്ടർ ബോട്ടിലും നോക്കി. അവൻ ഇഷ്ടപ്പെട്ടത് ഒന്നും തന്നെ കിട്ടാത്തതിനാൽ പിന്നീട് അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ബാക്കി വന്ന എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ ബിൽ പേ ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് തൊട്ടടുത്ത് കണ്ട ഐസ്ക്രീം ഷോപ്പ് നോക്കി അവൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുമോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാനായി ഷോപ്പിലേക്ക് നടന്നു. അവിടെ ആകട്ടെ കറണ്ട് ഇല്ലാത്തതിനാൽ ഐസ്ക്രീം അല്പം മെൽറ്റായി പോയിട്ടുണ്ടെന്ന് കടക്കാരൻ പറഞ്ഞു. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അത് പ്രശ്നമല്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഏത് ഫ്ലേവർ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവനൊരു സ്ട്രോബെറി ഫ്ലേവറും ഞങ്ങൾ രണ്ടുപേരും ഓരോ ബട്ടർ സ്കോച്ച് ഫ്ലേവറുമുള്ള ഐസ്ക്രീമും വാങ്ങിക്കഴിച്ചു. അവനാകട്ടെ കഴിച്ചു തീരാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.